ഞാൻ വന്നിട്ടുള്ളത് വളരെ സോഫ്റ്റ് ആയിട്ട് സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഇഡ്ഡലിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഞാനിവിടെ 125 ml ഒരു കപ്പിലാണ് കേട്ടോ ഉഴുന്നെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ മെഷർമെൻറ്റ് കപ്പ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടത് ഒരു നോർമൽ ഒരു ഗ്ലാസ്സിൽ ഉഴുന്നെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനത്തെ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ്സാണ് ഉഴുന്ന്. ഇത് 125 ml തന്നെ കപ്പിലെടുത്ത മെഷർമെൻറ്റ് തന്നെയാണ് കേട്ടോ. ഈ ഗ്ലാസ്സിലും 3/4 ഗ്ലാസ്സാണ് ഇതിൽ വരുന്നത്. ഉഴുന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് 4-5 മണിക്കൂർ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഉഴുന്ന് കുതിരാൻ വെച്ചിട്ട് 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് ഉഴുന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ 2-3 വട്ടം. നമുക്ക് അരിപ്പൊടിക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഉഴുന്ന് എന്തോരം എടുക്കണം അത്ര തന്നെയാണ് വെള്ളം നമുക്ക് ആഡ് ചെയ്യേണ്ടത് അരിപ്പൊടിയിൽ. അപ്പോൾ നമ്മൾ 3/4 ഗ്ലാസ് ഉഴുന്നെടുക്കുകയെന്ന് വെച്ചാൽ 3/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ മതി. ഓവർ വെള്ളം വേണ്ട കേട്ടോ. ഒന്ന് നനഞ്ഞാൽ മതി. അരിപ്പൊടിയൊക്കെ ഒന്ന് ഇങ്ങനെ നനഞ്ഞ് കിട്ടിയാൽ മതി. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എത്രയാണോ മെഷർമെൻറ്റിൽ ഉഴുന്നെടുത്ത് അത്രയും തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഉഴുന്ന് നന്നായി അരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പ്ലാവിലക്കാരൻ്റെ ഫുള്ളായിട്ടാണ് ചോറ് ആഡ് ചെയ്ത് കൊടുക്കണത്. എന്നിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മളത് വേറെ ഒരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിപ്പൊടിയൊക്കെ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അരിപ്പൊടി ഇട്ടതൊന്ന് കറക്കി മാത്രം എടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് അരയണമെന്നൊന്നുമില്ല. ഉഴുന്ന് അരച്ച് വെച്ചേക്കന്നെ നമുക്ക് അരിപ്പൊടി അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ പിറ്റേ ദിവസത്തേക്ക് പൊന്തി വരില്ല. അപ്പം ഞാൻ വേറെ പാത്രത്തേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നമ്മളത് മൂടി വെക്കുകയാണ് ചെയ്യണത് കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണല്ലോ നമുക്ക് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് പിറ്റേ ദിവസത്തേക്ക് എടുക്കാം കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് മാവൊക്കെ പൊന്തി വന്നിട്ട് എന്നിട്ട് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലൊക്കെ നമുക്ക് വെളിച്ചെണ്ണ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ തട്ടുകളിലൊക്കെ നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇഡ്ഡലി ചെമ്പിൽ നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തട്ടുകൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കാം കേട്ടോ. നമുക്ക് ആ മാവ് കൊണ്ട് തന്നെ നല്ല ക്രിസ്പിയായി നല്ലൊരു നൈസായിട്ടുള്ള ഒരു ദോശ ചുട്ടെടുത്താലോ. ഒറ്റയടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു സൈഡിൽ ദോശയും ചുട്ടെടുക്കുന്നുണ്ട്, മറ്റേ സൈഡിൽ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇഡ്ഡലിയും ദോശയൊക്കെ റെഡി ആയി വന്നിട്ട് കണ്ട വളരെ ക്രിസ്പി ആയ ദോശയാണ്. കണ്ട പിടിക്കുമ്പോഴേക്കും ഇങ്ങനെ പൊട്ടി പൊട്ടി പോരുന്നുണ്ട് കേട്ടോ. അത്രയും ക്രിസ്പി ആയ ദോശയാണ്. നിങ്ങൾക്ക് അത്രയും ക്രിസ്പി ഒന്നും ഇഷ്ടമില്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇതായിരിക്കണം എന്ന് വെച്ചാൽ അതേപോലെ ഇത്ര ക്രിസ്പി ആക്കാണ്ട് എടുത്താലും മതി കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് എടുത്താൽ മതി. അങ്ങനെ പിന്നെ നമ്മുടെ പഞ്ഞി പോലത്തെ ഇഡ്ഡലി നമുക്ക് പാത്രത്തേക്ക് എടുത്തിടാം കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പാത്രത്തേക്ക് ഇടാം. ഇപ്പം നിങ്ങൾക്ക് പൊട്ടിക്കണ കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഭയങ്കര സോഫ്റ്റാണ്. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന വീഡിയോ മാത്രം എടുക്കണം എന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ദോശയും കൂടി എടുത്തതേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.